ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 34/2024 ചോദിച്ച 2023 ചോദിച്ച PSC ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പൊയ്കെ ശ്രീ കുമാരഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ 3 മാത്രമാണ് യോജിക്കാത്ത പ്രസ്താവന. ബാക്കി 3 ശരിയായിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം, പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചു, ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. അപ്പോൾ എന്തൊക്കെയാണ് ശരിയായിട്ടുള്ള? പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം, പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചു, ശ്രീമൂലം പ്രജാസഭയെ 1921 അംഗമായി. അപ്പോൾ അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായ അറിവിനെയും ആത്മീയതയെ യോജിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കെ യോഹന്നാൻ. ജന്മസ്ഥലം ഇരവിപേരൂർ, തിരുവല്ല ആണ് ജന്മസ്ഥലം. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം 1909 പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ രക്ഷാധികാരി കുമാരഗുരുദേവനാണ്. PRDSന്റെ മുഖപത്രം ആദിയാർ ദീപമാണ്. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം യോഹന്നാൻ അറിയപ്പെടുന്ന പേരുകൾ പൊയ്കയിൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ എന്നിങ്ങനെയാണ്. അപ്പം പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് 1909. അതിൻ്റെ രക്ഷാധികാരി കുമാരഗുരുദേവനാണ്. മുഖപത്രം എന്ന് പറയുന്നത് ആദിയാർ ദീപമാണ്. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം യോഹന്നാൻ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്ന് പറയുന്നത് പൊയ്കയിൽ അപ്പച്ചൻ എന്നും കുമാരഗുരുദേവൻ എന്നും. യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1921 1931 യോഹന്നാൻ്റെ കവിതകളുടെ സമാഹാരമാണ് രത്നമണികൾ. അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നതാണ് അടിലഹള എന്നറിയപ്പെടുന്നത്. പൊയ്കെ യോഹന്നാൻ ദളിത് സമുദായത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങളാണ് വാകത്താൻ ലഹള, മുണ്ടക്കയം ലഹള, മംഗലം ലഹള, വെള്ളനാടി സമരം എന്നിങ്ങനെ. യോഹന്നാൻ അംഗമായിരുന്ന സാമൂഹ്യ സംഘടനയാണ് സാധുജന പരിപാലന സംഘം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പത്തനംതിട്ടയിലെ ജില്ലയിലെ ഇരവിപേരൂരിലാണ് ജനനം. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായിട്ട് ഉണ്ട്. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിതമായത് 1909 അതിൻ്റെ രക്ഷാധികാരി കുമാരഗുരുദേവനാണ്. PRDSന്റെ മുഖപത്രം ആദിയാർ ദീപമാണ്. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം യോഹന്നാൻ അറിയപ്പെടുന്ന പേരുകൾ പൊയ്കയിൽ അപ്പച്ചൻ എന്നും കുമാരഗുരുദേവൻ എന്നും. യോഹന്നാൻ്റെ കവിതകളുടെ സമാഹാരം അറിയപ്പെടുന്നത് രത്നമണികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശരിയായ ജോഡി എന്ന് പറയുന്നത് 1 3 ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്. മൂഷകവംശകാവ്യം അതുലനാണ്. കേരള പഴമ ഹെർമൻ ഗുണ്ടട്ട്. മൂഷകവംശകാവ്യം അതുലൻ, കേരള പഴമ ഹെർമൻ ഗുണ്ടട്ട്. അപ്പോൾ പഴശ്ശിരാജയെക്കുറിച്ച് കേരള സിംഹം എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കരാണ്. അപ്പോൾ കേരള സിംഹം എന്ന കൃതി രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. ഹിസ്റ്ററി ഓഫ് കേരള എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവും സർദാർ KM പണിക്കരാണ്. ഇനി തുഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ഷേഖ് സൈനുദ്ദീൻ മക്തും ആണ്. തുഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ഷേഖ് സൈനുദ്ദീൻ മക്തും. അപ്പം ഇതിനകത്ത് മൂഷകവംശകാവ്യൻ അതുലൻ, കേരള പഴമ ഹെർമൻ ഗുണ്ടട്ട്, കേരള സിംഹം സർദാർ KM പണിക്കർ, തുഹത്തുൽ മുജാഹിദീൻ ഷേഖ് സൈനുദ്ദീൻ മക്തും ആണ് രചിച്ചത്. തുഹത്തുൽ മുജാഹിദീൻ രചിച്ച കാലഘട്ടം 16-ാം നൂറ്റാണ്ടിലാണ്. തുഹത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ എന്ന് പറയുന്നത് അറബി ഭാഷയാണ്. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മക്തി തങ്ങൾ എന്ന് പറയുന്നത്. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ മക്തി തങ്ങൾ ആരംഭിച്ച അറബി മലയാള പത്രമാണ് തുഹത്തുൽ അഹ്യാർ. തുഹത്തുൽ അഹ്യാറാണ് മക്തി തങ്ങൾ ആരംഭിച്ച അറബി മലയാളം. അപ്പം ഇവിടെ എന്തൊക്കെയാണ്? മൂഷകവംശകാവ്യം അതുലൻ, തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് ഷേഖ് സൈനുദ്ദീൻ മക്തും, അത് 16-ാം നൂറ്റാണ്ടിലാണ് രചിച്ചത്. രചിച്ച ഭാഷ അറബിയാണ്. കേരള പഴമ ഹെർമൻ ഗുണ്ടട്ട്, കേരള സിംഹം സർദാർ KM പണിക്കരാണ്. ഹിസ്റ്ററി ഓഫ് കേരള എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവും സർദാർ KM പണിക്കരാണ്. മക്തി തങ്ങൾ ആരംഭിച്ച അറബി മലയാള പത്രം ഏതാണ്? തുഹത്തുൽ അഹ്യാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്റർനാഷണൽ ആർമി ഇന്റർനാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. ഇന്റർനാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന 1ഉം 4ഉമാണ് യോജിക്കാത്ത പ്രസ്താവന. അപ്പോൾ 2ഉം 3ഉം ഇന്റർനാഷണൽ കോൺഗ്രസുമായി യോജിക്കുന്ന പ്രസ്താവനയാണ്. എന്തൊക്കെയാണ്? INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. അപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് എന്നാണ്? ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് 1885 ഡിസംബർ 28-നാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലാണ്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന്റെ വേദിയെ തീരുമാനിച്ചത് പൂനെയിലാണ്. അപ്പോൾ എന്നാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്? 1885 ഡിസംബർ 28. സമ്മേളനം നടന്നത് ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിൽ, തീരുമാനിച്ചിരുന്നത് പൂനെയിലായിരുന്നു. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധിയാണ് പ്ലേഗ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ 72 പേരാണ്. ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് WC ബാനർജിയാണ്. ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ആദ്യ സെക്രട്ടറി എയോഹും അവതരിപ്പിച്ച പ്രമേയങ്ങൾ 9. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ ആണ്. 2 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് WC ബാനർജി. അപ്പോൾ അധ്യക്ഷൻ WC ബാനർജി, സെക്രട്ടറി എയോഹും, അവതരിപ്പിച്ച പ്രമേയങ്ങൾ 9. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്നത് WC ബാനർജിയാണ്. സെക്രട്ടറി WC ബാനർജി അല്ല, സെക്രട്ടറി എയോഹുമാണ്. രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു എന്നാണ്. അത് തെറ്റാണ്. രണ്ടാം സമ്മേളനം നടന്നത് കൊൽക്കത്തയിലാണ്. അത് 1886 നടന്നത്. അതിൻ്റെ അധ്യക്ഷൻ ദാദാഭായ് നവറോജി ആണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് എയോഹുമാണ് ആദ്യ സെക്രട്ടറി. അധ്യക്ഷത വഹിച്ചതാണ് WC ബാനർജി. ആദ്യ സമ്മേളനം തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. രണ്ടാം സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? കൊൽക്കത്തയിൽ വെച്ച്. 1886 ദാദാഭായ് നവറോജിയാണ് അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന 1, 2, 4 ആണ് ശരിയായ പ്രസ്താവന. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമുലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. അതാണ് നമ്മൾ പഠിച്ചത്. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമുലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. അപ്പം ഇത് ആന്ധ്ര സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ്? 1953 ഒക്ടോബർ 1. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളാണ് ഫസൽ അലി, H.N. കുൻസ്രു, K.M. പണിക്കർ. അപ്പോൾ K.M. പണിക്കർ മലയാളിയാണ്. ഫസൽ അലിയാണ് ഇതിൻ്റെ അധ്യക്ഷന്. പിന്നെ H.N. കുൻസ്രു. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന 1953. അതിലെ അംഗങ്ങൾ ഫസൽ അലി, H.N. കുൻസ്രു, K.M. പണിക്കർ. K.M. പണിക്കർ മലയാളിയാണ്. അപ്പോൾ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കിയത് 1956 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന ഏതെന്നാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്യാൻസർ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ക്വസ്റ്റ്യൻ ക്യാൻസർ. അതായത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പ്രധാന മുദ്രാവാക്യമാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അല്ല, അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പ്രധാന മുദ്രാവാക്യമാണ്. വോൾട്ടെയർ, മൊണ്ടസ്ക്യൂ, റൂസോ തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരും ജോൺ ലോക്ക് അമേരിക്കൻ വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകനുമാണ്. അപ്പോൾ വോൾട്ടെയറും മൊണ്ടസ്ക്യൂ, റൂസോ തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരും ജോൺ ലോക്ക് അമേരിക്കൻ വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകനുമാണ്. ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി എന്ന് പറയുന്നത് ലൂയി 16 ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി 16
17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിലെ അധികാര കേന്ദ്രമായിരുന്നു വേഴ്സായി കൊട്ടാരം എന്ന് പറയുന്നത്. ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരുന്നത് എസ്റ്റേറ്റുകളായിട്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1, 2, 3 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2022 നവംബർ ഈജിപ്തിലാണ് നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആണ്. 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഐക്യരാഷ്ട്രസഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. UN ഔപചാരികമായി നിലവിൽ വന്ന വർഷം 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ലോകമാണ്. ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ്. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. UN പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചത് 1948 ഡിസംബർ 10. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഐക്യരാഷ്ട്രസഭ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. UN ഔപചാരികമായി നിലവിൽ വന്ന വർഷം 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആപ്തവാക്യം ഇത് നിങ്ങളുടെ ലോകമാണ്. UN പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചത് 1948 ഡിസംബർ 10. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1, 4 ശരിയായ പ്രസ്താവന. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാലും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. മാൻറ്റിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. മാൻറ്റിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള കരഭാഗമാണ് ഭൂവൽക്കം. അപ്പോൾ ഭൂവൽക്കം എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള കരഭാഗം. ഭൂവൽക്കത്തിൽ വൻകരകളുടെ മുകൾ ഭാഗത്ത് അറിയപ്പെടുന്നത് ഭൂവൽക്കത്തിൽ വൻകര ഭാഗങ്ങളുടെ മുകൾ തട്ട് അറിയപ്പെടുന്നത് സിയാൽ എന്നും സിയാലിന് തൊട്ട് താഴെ കാണപ്പെടുന്ന കടൽ തറ സിമ എന്നും അറിയപ്പെടുന്നു. ലിത്തോസ്ഫിയറിന് താഴെ അർദ്ധദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി ശിലകൾ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന ഉയർന്ന സാന്ദ്രതയുള്ള മേഖലയാണ് അസ്തനോസ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്നത് ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2 ശരിയായ ജോഡി. ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും അയണോസ്ഫിയർ എന്ന് പറയുന്നത് റേഡിയോ തരംഗങ്ങളുമാണ്. അപ്പോൾ ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങളുമാണ്. അറോറ എന്ന് പറയുന്നത് തെർമോസ്ഫിയർ. അറോറ തെർമോസ്ഫിയറിലാണ്. ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയർ. അറോറ തെർമോസ്ഫിയർ, ഓസോൺ പാളി ട്രോപ്പോസ്ഫിയറിലാണ്. ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി കണ്ടിന്യൂ ഭാഗം ഇനി അടുത്ത ക്ലാസ്സിൽ.